ഹായ് എവരി വൺ, നമുക്കിന്ന് ലക്നൗവിലുള്ള അയ്യപ്പ ടെമ്പിളിലേക്ക് പോവാം. രാവിലെ തന്നെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം മാക്സിമം നമുക്ക് നേരത്തെ തിരിച്ചെത്തണം. ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ. അവിടെ ഒരാളെന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ ആളുടെ മൂഡ് മാറും. ഇവിടെ കൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നല്ല കട്ട ചൂടാണെങ്കിലും ഇരു സൈഡിലും ഇങ്ങനെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ ഉണ്ടാവും. ലക്നൗവിൽ വന്നതിന് ശേഷം എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാഴ്ച, ഇവിടെ ഒരു ഒട്ടുമിക്ക മരങ്ങളുടെ താഴെയും ഏതെങ്കിലും ദൈവങ്ങളുടെ രൂപം കാണാറുണ്ട്. മതപരമല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ മരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി ഇതിൽ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു കാര്യമില്ലാന്ന് എനിക്ക് തോന്നി. നെക്സ്റ്റ് പറയാനാണെങ്കിൽ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റിയാണിത്. ഇവിടുത്തെ ഒട്ടുമിക്ക റോഡുകളും അടിപൊളിയാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഹിസ്റ്ററി ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള ഗോമതി റിവറിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഈ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നദിയുടെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ ചൂടിൻ്റെ കാഠിന്യം. പണ്ട് തൊട്ട് തന്നെ സയൻസ് സബ്ജക്റ്റിനേക്കാൾ ഒരു പടി കൂടുതൽ ഇഷ്ടം സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ആ സ്ഥലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ കാണുന്നത് ലക്നൗവിലെ ഗോമതി നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നഗര പാർക്കുകളിലൊന്നായിട്ടുള്ള ജ്ഞാനേശ്വർ മിശ്ര പാർക്കാണ്. ഏകദേശം 376 ഏക്കറിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അന്തരിച്ച രാഷ്ട്രീയ നേതാവ് ജ്ഞാനേശ്വർ മിശ്രയുടെ സ്മരണാർത്ഥമാണ് ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പാർക്കിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടുത്തെ വീഡിയോ ഉടനെ ചാനലിടാമേ. ഏകദേശം നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട് മിസ് ചെയ്യുമ്പോൾ ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നാട്ടിലെത്തിയൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. നാട്ടിലുള്ളപ്പോഴും ഞാൻ ഒരു പോസിറ്റീവ് ഓറ കുറയുന്നു തോന്നിക്കഴിഞ്ഞാൽ നേരെ ചെന്നിരിക്കാറുള്ളത് അമ്പലങ്ങളിലാണ്. ഇവിടെയാണെങ്കിൽ പോസിറ്റിവിറ്റി പ്ലസ് കുഞ്ഞ് കേരളം. അതുപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് മലയാളികളെ കാണാൻ പറ്റും. കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് സമാധാനമായിട്ട് അവിടെ ഇരുന്നു. എനിക്കാണെങ്കിൽ യാത്ര പോയിട്ട് വന്നവരുടെ കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ യാത്രകളുടെ കഥ പറയാനും. പണ്ട് SK പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാനും ഇതുപോലെ ഒരുപാട് യാത്ര ചെയ്യുമെന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളതായിരുന്നു. അങ്ങനെ അമ്പലത്തിലെ പ്രസാദമൊക്കെ കഴിച്ച് നേരെ ക്വാർട്ടേഴ്സിലേക്ക്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.